ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. പക്ഷേ ഇത് വെറും ഒരു മന്ത്രത്തിൻ്റെ അർത്ഥവിവരണമല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ കുറ്റബോധം, പാപബോധം, കർമ്മഫലം, ക്ഷമ, ദൈവകൃപ, ആത്മപരിശോധന, മോചനം എന്നിവയെക്കുറിച്ചുള്ള ഒരു ആഴമുള്ള ചിന്തയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്യാത്ത മനുഷ്യനുണ്ടോ? ഇല്ല. ചില തെറ്റുകൾ നമ്മൾക്ക് അറിയാം, ചിലത് അറിയില്ല. ചിലത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു, ചിലത് വികാരങ്ങളുടെ അടിമയായിട്ട് സംഭവിക്കുന്നു, ചിലത് കോപത്തിൽ, ചിലത് അഹങ്കാരത്തിൽ, ചിലത് ഭയത്തിൽ, ചിലത് സ്വാർത്ഥതയിൽ. പക്ഷെ ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു കഠിനമായ സമയത്ത് മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ചോദ്യം ഉയരും. ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണ്? ഞാൻ വേദനിപ്പിച്ച ആളുകളുടെ കണ്ണുനീർ എന്താകും? ഞാൻ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ എന്താകും? ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ ആത്മീയ യാത്രയിലേക്ക് പ്രവേശിക്കുന്നത്. ചിലർ അത് ഒരു ഡിപ്രഷനിലേക്ക് തള്ളി അവരത് വേറെ നെഗറ്റീവ് എനർജി എന്നുള്ള രീതിയിലൂടെ പോകും. അപ്പോൾ അവിടെയാണ് ഈ മനോഹരമായ ശിവക്ഷമാപണ മന്ത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേ തത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേ തത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഈ മന്ത്രം വളരെ ചെറുതാണ്, എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ മന്ത്രത്തിൻ്റെ ആദ്യ വരി പറയുന്നത് കരചരണകൃതം വാ, കൈകളാലും കാലുകളാലും ചെയ്ത തെറ്റുകൾ. ഒരാൾക്ക് നേരിട്ട് ഉപദ്രവം ചെയ്തിട്ടില്ലെങ്കിലും സഹായിക്കാമായിരുന്ന സമയത്ത് സഹായിക്കാതെ പോയിട്ടുണ്ടാകാം. ഒരു വിശക്കുന്ന മനുഷ്യനെ കണ്ടിട്ടും അവരെ അവഗണിച്ചിട്ടുണ്ടാകാം. ഒരു വയോധികനെ റോഡരികിൽ കണ്ടിട്ടും ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാകാം. ഒരു നിരപരാധിയെ സംരക്ഷിക്കാമായിരുന്നിട്ടും മൗനം പാലിച്ചിട്ടുണ്ടാകാം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല, ചെയ്യേണ്ട നന്മ ചെയ്യാതെ പോകുന്നതും ഒരു കർമ്മമാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രം ആദ്യം കൈകളെയും കാലുകളെയും ഓർക്കുന്നത്. പിന്നീട് പറയുന്നത് കായജം കർമ്മജം വാ, ശരീരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഉണ്ടായ തെറ്റുകൾ. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നവയാണ്. ഒരു അച്ഛൻ പറയുന്ന ഒരു വാക്ക് മകൻ്റെ മനസ്സിൽ വർഷങ്ങളോളം മുറിവായി കിടക്കാം. ഒരു ഭാര്യയുടെ അവഗണന ഭർത്താവിൻ്റെ ഹൃദയം തകർക്കാം. ഒരു ഭർത്താവിൻ്റെ ദേഷ്യം ഭാര്യയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാം. നമ്മൾ ഒരിക്കലും തിരിച്ചറിയാത്ത വിധം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ബാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനാൽ ഈ മന്ത്രം പറയുന്നത്, അതേ ശിവ, എനിക്കറിയാം ഞാൻ പൂർണ്ണനല്ല, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആത്മീയതയുടെ ആരംഭം. പലരും കരുതുന്നത് ആത്മീയത എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ കാണുന്നതാണെന്നാണ്. ഒരിക്കലുമല്ല. ആത്മീയതയുടെ ആദ്യപടി സ്വയം സത്യസന്ധമായി കാണലാണ്. സ്വന്തം നിഴലിനെ നേരിടാനുള്ള ധൈര്യമാണ് ആത്മീയത. അടുത്തതായിട്ട് മന്ത്രം പറയുന്നത് ശ്രവണ നയനജം വാ, ചെവികളാലും കണ്ണുകളാലും ഉണ്ടായ തെറ്റുകൾ. ഇത് വളരെ ആഴമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് കേൾക്കുന്നത്? നമ്മൾ എന്താണ് കാണുന്നത്? ഇന്നത്തെ കാലത്ത് മണിക്കൂറുകളോളം നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കുറിച്ചുള്ള അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അസൂയ വളർത്തുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. വികാരങ്ങളെ അശാന്തമാക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ ആണ് ബാധിക്കുന്നത്. ഒരു വിത്ത് മണ്ണിൽ വീഴുന്നത് പോലെ ഓരോ കാഴ്ചയും ഓരോ ശബ്ദവും മനസ്സിൽ പതിക്കുകയാണ്. അതുകൊണ്ട് ശിവധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ്. മനസ്സിൻ്റെ ഭക്ഷണം ശ്രദ്ധിക്കുക. ശരീരത്തിന് വിഷമുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് പോലെ ആത്മാവിന് വിഷമുള്ള ചിന്തകളും ഒഴിവാക്കണം. പിന്നീട് മന്ത്രം പറയുന്നത് മാനസം വാ അപരാധം, മനസ്സിലൂടെ ചെയ്ത അപരാധങ്ങൾ. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ ഭാഗം. പലരും പറയുന്നുണ്ട്, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ നിരപരാധിയാണ്. എന്നിട്ടും
പുറമേ അവരത് പറയുമെങ്കിലും പക്ഷേ ഉള്ളിൽ ഒരിക്കലെങ്കിലും അസൂയ ഉണ്ടായിട്ടില്ലേ? വൈരാഗ്യമുണ്ടായിട്ടില്ലേ? മറ്റൊരാളുടെ വീഴ്ച ആഗ്രഹിച്ചിട്ടില്ലേ? ദേഷ്യത്തിൽ മറ്റൊരാളെ ശപിച്ചിട്ടില്ലേ? ഈ ചിന്തകളെല്ലാം മനസ്സിൻ്റെ കർമ്മങ്ങളാണ്. ഭഗവാൻ മഹാദേവൻ വെറും പുറം പ്രവൃത്തികളെ മാത്രം കാണുന്ന ആളല്ല, മനസ്സിനെയും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ. കാരണം മന്ത്രത്തിൻ്റെ അവസാന ഭാഗം ഏറ്റവും മഹത്തരമാണ്. വിഹിതം അവിഹിതം വാ സർവമേ തത് ക്ഷമസ്വ. ഞാൻ അറിഞ്ഞ് ചെയ്തതായാലും അറിയാതെ ചെയ്തതായാലും എല്ലാം ക്ഷമിക്കണമേ. ഇവിടെയാണ് ശിവഭക്തിയുടെ സൗന്ദര്യം. ഭഗവാൻ മഹാദേവൻ ഒരു ജഡ്ജിയല്ല, ഭഗവാൻ ഒരു അക്കൗണ്ടൻറ്റുമല്ല. ഭഗവാൻ കരുണയുടെ സമുദ്രമാണ്. അതിനാലാണ് മന്ത്രം പറയുന്നത്, ജയ ജയ കരുണാബ്ധേ, കരുണയുടെ സമുദ്രമേ. സമുദ്രത്തിന് അതിരുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ കരുണയ്ക്കും അതിരില്ല. പലരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സ്വയം വെറുക്കാൻ തുടങ്ങും. ഞാൻ മോശക്കാരനാണ്, എൻ്റെ ജീവിതം നശിച്ചു, എന്നെ ദൈവം പോലും ക്ഷമിക്കില്ല. ഇത് ആത്മീയ സത്യമല്ല. യഥാർത്ഥ ആത്മീയത പറയുന്നത് വേറെയാണ്. തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുക, പക്ഷെ സ്വയം വെറുക്കരുത്. തെറ്റിനെ തിരിച്ചറിയുക, പക്ഷെ ഒരിക്കലും ആ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇരുട്ട് എത്ര ആഴമുള്ളതായാലും ഒരു ദീപം തെളിയിച്ചാൽ മതി. അങ്ങനെ കർമ്മം എത്ര ഭാരമുള്ളതായാലും ഒരു സത്യസന്ധമായ ആത്മസമർപ്പണം ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ കഴിയും. ഭഗവാന്റെ മൂന്നാം കണ്ണിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? പലരും അത് ഒരു അത്ഭുത ശക്തിയായിട്ട് മാത്രം കാണുന്നത്. പക്ഷേ ആത്മീയ അർത്ഥത്തിൽ മൂന്നാം കണ്ണ് ജ്ഞാനമാണ്. അത് സത്യത്തെ കാണുന്ന കണ്ണാണ്. ലോകം മുഴുവനും കുറ്റക്കാരെ അന്വേഷിക്കുമ്പോൾ മൂന്നാം കണ്ണ് സ്വന്തം അഹങ്കാരത്തെയാണ് കാണുന്നത്. ലോകം മുഴുവനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മൂന്നാം കണ്ണ് സ്വന്തം തെറ്റുകളെയാണ് കാണുന്നത്. അതാണ് യഥാർത്ഥ ഉണർവ്. ഭഗവാൻ മഹാദേവൻ്റെ ശരീരത്തിലെ വിഭൂതിയും നമ്മളെ ഒരു മഹാസത്യമാണ് പഠിപ്പിക്കുന്നത്. ഒരു നാൾ ഈ ശരീരം ചാരമാകും. ഈ പദവികളെല്ലാം ചാരമാകും. ഈ പണം ചാരമാകും. ഈ അഹങ്കാരം ചാരമാകും. അപ്പോൾ എന്താണ് ശേഷിക്കുന്നത്? സ്നേഹം. നീ പകർന്നിട്ട് പോയ സ്നേഹം, കരുണ, സത്യം, ദൈവസ്മരണം. അതുകൊണ്ടാണ് ശിവധ്യാനം മനുഷ്യനെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. രാവിലെ എഴുന്നേറ്റ ശേഷം 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു നോക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 3 പ്രാവശ്യം ജപിച്ചു നോക്കുക. ഭഗവാനോട് മനസ്സിൽ പറയുക, ഇന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് വെറും മന്ത്രജപമല്ല, ഇത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ഇത് സ്വയം ക്ഷമിക്കാൻ പഠിക്കുന്ന യാത്രയാണ്. ഇത് മറ്റുള്ളവരെ ക്ഷമിക്കാൻ പഠിക്കുന്ന യാത്രയാണ്. ഇത് അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത് ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത് കർമ്മഭാരത്തിൽ നിന്നും കൃപയിലേക്കുള്ള ഒരു യാത്രയാണ്. അവസാനം നമ്മൾ തിരിച്ചറിയുന്നത് ഭഗവാനെ അന്വേഷിച്ച് ഹിമാലയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ പശ്ചാത്താപത്തിൽ ശിവനുണ്ട്. നമ്മുടെ കണ്ണുനീരിൽ ഭഗവാനുണ്ട്. നമ്മുടെ സ്നേഹത്തിൽ ഭഗവാനുണ്ട്. നമ്മുടെ നിശബ്ദതയിൽ മഹാദേവനുണ്ട്. ആ ഹൃദയത്തിലെ ഭഗവാനെ ഉണർത്തുവാനുള്ള ഒരു താക്കോലാണ് ഈ മന്ത്രം. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ സാധന ആരംഭിക്കുക. ഓരോ ദിവസവും കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിരിക്കുക, ആഴത്തിൽ ശ്വസിക്കുക, ഈ മന്ത്രം ജപിക്കുക. അപ്പോൾ ക്രമേണ നിങ്ങൾ കാണാൻ പറ്റും, മനസ്സ് മാറും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ ജീവിതം മാറും. കാരണം ഭഗവാൻ പുറത്ത് നിന്ന് നമ്മളെ മാറ്റുന്നില്ല, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദിവ്യതയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ മന്ത്രം മനസ്സിലാക്കുക. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേ തത്ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. നമ്മൾ വീഴുമ്പോൾ നമ്മൾ വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ഒരു മനസ്സാണ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എത്ര കർമ്മഭാരങ്ങൾ ഉള്ളതായി തോന്നിയാലും പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഭഗവാന്റെ കരുണ നമ്മുടെ തെറ്റുകളേക്കാൾ വലുതാണ്. ഭഗവാന്റെ സ്നേഹം നമ്മുടെ ഭയങ്ങളെക്കാളും വലുതാണ്. ഭഗവാന്റെ കൃപ നമ്മുടെ കർമ്മങ്ങളെക്കാൾ ശക്തമാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ നാളെ രാവിലെ ഉണർന്ന ശേഷം ഒരു നിമിഷം കണ്ണുകളടച്ച് ഈ മന്ത്രം ഭക്തിയോടെ ഒന്ന് ജപിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റം ആരംഭിക്കും. ആ മാറ്റമാണ് ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശിവഭക്തരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം എത്തിച്ചു കൊടുക്കുക.
അപ്പോൾ ഇനിയും ശിവതത്വങ്ങളെക്കുറിച്ചും ആത്മീയ ജീവിതത്തിൻ്റെ ആഴമുള്ള സത്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ.